നിലമ്പൂർ ജയത്തോടെ നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള എംപിമാരുടെ ആഗ്രഹത്തെ ചൊല്ലി കോൺഗ്രസിൽ രണ്ട് ചേരി. നിയമസഭയിൽ മത്സരിക്കാൻ തടസ്സമില്ല എന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. രേവന്ത് റെഡ്ഡി MP ആയിരിക്കെയാണ് നിയമസഭയിലേക്ക് മത്സരിച്ചതെന്നും UDF കൺവീനർ പറഞ്ഞു. എംപിമാർക്ക് നിയമസഭയിൽ മത്സരിക്കുന്നതിന് അയോഗ്യതയൊന്നുമില്ല എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചു. എന്നാൽ നേതാക്കളുടെ നിലപാടിനെ തള്ളി K മുരളീധരൻ രംഗത്ത് വന്നു. പാർട്ടിയുടെ കീഴ്വഴക്കം എംപിമാർ മത്സരിക്കേണ്ട എന്നാണെന്ന് മുരളി പറഞ്ഞു. ജനങ്ങളെ തുടർച്ചയായി പരീക്ഷിക്കുന്നതിനോട് യോജിപ്പില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ചില ആളുകൾക്ക് വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കാറുണ്ട്. ഇപ്പോൾ രേവന്ത് റെഡ്ഡി കഴിഞ്ഞ പ്രാവശ്യം എന്നോടൊപ്പം ഇവിടെ പാർലമെൻറ്റ് അംഗമായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയായി. MP ആയിരുന്നപ്പോൾ തന്നെയാണ് നിയമസഭയിലേക്ക്, അദ്ദേഹം മാത്രമല്ല മറ്റ് പലരും ഉണ്ട്. അങ്ങനെ ഒരു തീരുമാനം എന്തായാലും എടുക്കേണ്ടത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ്. ദേശീയ നേതൃത്വമാണ് ഇത്തരം കാര്യങ്ങൾക്ക് തീരുമാനം അന്തിമമായി എടുക്കേണ്ടതായിട്ടുള്ളത്. MPമാർക്ക് മത്സരിക്കാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ MPമാരായത്. അയോഗ്യത ഉണ്ടെങ്കിൽ അതിന് അയോഗ്യതയൊന്നുമില്ല. അതിനൊരു അയോഗ്യതയില്ല. ഏതെങ്കിലും ഒരു പോസ്റ്റേ പറ്റുള്ളതേ ഉള്ളൂ. ആയില്ല, ഇലക്ഷൻ ആയില്ലല്ലോ. വൈ വി ആർ ഇൻ എ ഹറി? നമ്മൾ ഇതിനാ വലിയ തിരക്ക്. പാർട്ടിയുടെ ഒരു കീഴ്വഴക്കം MPമാർ മത്സരിക്കേണ്ടതാണ്. കഴിഞ്ഞാണ് ഞാൻ നേമത്ത് മത്സരിച്ചത്. നേമത്തിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിലാണ്. നമ്മൾ ജനങ്ങളെ അധികമായിട്ട് പരീക്ഷിക്കുന്നത് ശരിയാണ്. ഞാൻ ഒരു 2-3 ഉപതെരഞ്ഞെടുപ്പുകൾ വരുത്തി വെച്ച ആളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഞാനായിട്ട് ഒരിക്കലും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കില്ല. KR സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജു, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അത് കോൺഗ്രസിന് നൽകിയ ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. വരാനിരിക്കുന്ന 2026 തെരഞ്ഞെടുപ്പിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്നതുൾപ്പെടെയുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പലരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലായിരിക്കും ഇപ്പോൾ ഈ ഒരു ആഗ്രഹം പരസ്യമായി തന്നെ രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ അമൃത ചില സിറ്റിംഗ് MPമാർ മാറി നിൽക്കാൻ ശ്രമം നടത്തിയിരുന്നു. അവരുടെ ലക്ഷ്യം നിയമസഭയിലേക്ക് അടുത്ത തവണ 2026 മത്സരിക്കുക എന്നതായിരുന്നു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ പ്രകടനം മെച്ചപ്പെടുത്തണമെങ്കിൽ കേരളത്തിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ സീറ്റുകളും കിട്ടേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശാനുസരണമാണ് പല സിറ്റിംഗ് MPമാരും മത്സരത്തിനിറങ്ങിയത്. സ്വാഭാവികമായും ഈ നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നൽകുന്ന ആത്മവിശ്വാസം കോൺഗ്രസ് നേതാക്കൾക്ക് വളരെ വലുതാണ്. സ്വാഭാവികമായും 2026 സംസ്ഥാനത്ത് ഭരണം കിട്ടുമെന്നൊക്കെ കോൺഗ്രസ് പ്രതീക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതോടുകൂടിയാണ് MPമാരിൽ പലരും സംസ്ഥാനത്ത് മത്സരിക്കാനുള്ള ഒരു ആഗ്രഹത്തിലേക്ക് നീങ്ങുന്നത്. അതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്രത്തോളം വഴങ്ങും എന്നൊക്കെയാണ് ഇനി അറിയാനുള്ളത്. അതിൻ്റെ സാധ്യതകളിൽ ഒന്നാണ് നേരത്തെ നമ്മൾ UDFൻ്റെ കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് പറഞ്ഞു വെക്കുന്നത്. രേവന്ത് റെഡ്ഡി MP ആയിരിക്കെയാണ് മത്സരിച്ചത്, അദ്ദേഹം മുഖ്യമന്ത്രി വരെയായി മാറി എന്നതടക്കം പറയുമ്പോൾ ആഗ്രഹത്തിൻ്റെ തോത് എത്രത്തോളം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം അതിനെ എതിർക്കുകയാണ് യഥാർത്ഥത്തിൽ K മുരളീധരൻ ചെയ്തത്. അങ്ങനെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ MPമാർ മത്സരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മേൽ അധികമായ മത്സരങ്ങൾ, തെരഞ്ഞെടുപ്പുകൾ അടിച്ചേൽപ്പിക്കരുത് എന്ന ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. അപ്പോഴും വിവാദങ്ങളിലേക്കൊന്നും പോകാൻ ഇപ്പോൾ താല്പര്യമില്ലാത്തത് കൊണ്ടാവണം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അവർക്ക് അയോഗ്യത കുറവൊന്നുമില്ല മത്സരിക്കുന്നതിന് എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്, അടുത്ത തദ്ദേശം കഴിഞ്ഞ ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകളിലേക്ക് കടക്കുമ്പോഴേക്കും MPമാരിൽ പലരും ആഗ്രഹവുമായി നേതൃത്വത്തെ സമീപിക്കും. അതിനോടൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്തൊക്കെ നിലപാടെടുക്കും, അതിലുള്ള അതൃപ്തി എത്രത്തോളമായിരിക്കും എന്നതിൻ്റെയൊക്കെ സൂചനകളായി ഇപ്പോഴത്തെ ആഗ്രഹ പ്രകടനങ്ങളെയും അതിനെ എതിർത്തുകൊണ്ടുള്ള രംഗപ്രവേശനത്തെയും ഒക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. അമൃത. ശരി, KR സാജുവാണ് വിവരങ്ങൾ നൽകിയത്.